ഹലോ മിസ്റ്റർ പെരേര. ഇന്ന് സത്യത്തിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ വലിയ ഊർജ്ജമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഈ വീഡിയോ ചെയ്യണം ഗൈസ്, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. ഇത് എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് പൈസ വന്നു ഗൈസ്. അപ്പോൾ ആ ഒരു സന്തോഷം ഇങ്ങോട്ട് പങ്കുവെക്കുകയാണ്. പക്ഷേ ഇതിൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു തലമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് ആ ഒരു വികാരം തള്ളിച്ച വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഈ വീഡിയോ അല്ല, പൊതുവെ നമ്മുടെ എല്ലാ വീഡിയോയിലും ഉണ്ട്, ഈ വീഡിയോയിലും തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക. ഞാനീ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ മോട്ടിവേഷൻ കിട്ടുമെങ്കിൽ അതുതന്നെയാണ് എൻ്റെ വിജയം ഗൈസ്. അപ്പോൾ നോക്കാം. അങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ വന്നു. യൂട്യൂബിൽ നിന്ന് എത്ര രൂപയാണ് കിട്ടിയത്, എപ്പോഴാണ് കിട്ടിയത്, അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്, എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേസ് പറയുന്നത്. ഇതൊരു യൂട്യൂബ് ട്യൂട്ടോറിയലൊന്നല്ല, ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം എടുത്ത് ഷെയർ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് ഒന്ന് എണീറ്റിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഭയങ്കര സ്ട്രെസ് അടിച്ചിട്ടായിരിക്കണത്. അപ്പോൾ ഞാൻ ആ ഒരു ലെവലിൽ നിന്നിട്ട് വീഡിയോ ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും ഗൈസ്, ക്ഷമിക്കാം. എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത്, നീ എന്താ വീഡിയോ ഒന്നും ചെയ്യാത്തപ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യടാ, തീരെ വയ്യ, ഊർജ്ജമില്ല, മര്യാദയ്ക്ക് ചെയ്യണം താറും ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അങ്ങനെ ഒരു ചങ്കുണ്ട്. അവളെ പച്ചയ്ക്ക് തെറി വിളിക്കുകയും ചെയ്യും, നമ്മുടെ കൂടെ വെക്കുകയും ചെയ്യും. അങ്ങനെ ഒരു തണ്ട് മുത്തുമണി. അപ്പോൾ ഓനുള്ളതാണ് ഈ വീഡിയോ. ഓൻ കാരണമാണ് ഈ വീഡിയോ സംഭവിക്കുന്നത് ഗൈസ്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന സംഗതി എന്താ വെച്ചാൽ, എനിക്ക് വർത്തമാനം പറയാൻ ഇഷ്ടമാണ്, വർത്തമാനം പറയാൻ ഇഷ്ടമാണ്. പക്ഷേ എന്തായിരുന്നു വെച്ചാൽ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ സംസാരിക്കാനുള്ള ഊർജ്ജമില്ല, ഒരു ഫീലിംഗ് ടൈപ്പാണ്. അപ്പോൾ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കര പേടിയാവും. ആൾക്കാരെന്തെങ്കിലും പറഞ്ഞ പേടിയായിരിക്കും, അല്ലെങ്കിൽ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ പേടി, ഭയങ്കര ഷൈ ആണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനതൊരു വെല്ലുവിളിയായിട്ട് എടുത്ത്, ഇന്ന് എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ, ആ ഒരു രീതിയിലാണ് യൂട്യൂബ് ചാനലിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നത്. എനിക്ക് ഒന്നിലധികം ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതായത് ഇപ്പോൾ ഒരു സമയത്ത് എനിക്ക് എന്തൊരു വിഷയത്തിൽ സംസാരിക്കാൻ തോന്നിയാൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിലിടും. ഒരു 10-15 വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാൻ വേറൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നല്ലെങ്കിൽ ഈ ചാനൽ തന്നെ ഇടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു അത്. പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്തിനാ ഇപ്പോൾ തലങ്ങും വിലങ്ങും ചാനൽ തുടങ്ങിയിട്ട് ഇതിലിടണത്, എന്നാൽ ഇതിൽ തന്നെ ഉണ്ട് ഫോക്കസ് ചെയ്യാമല്ലോ വിചാരിച്ച്. അങ്ങനെ മുമ്പ് അത്യാവശ്യം കയറിയിട്ട് വന്നിട്ടുള്ള ഒരു ചാനൽ, അത്യാവശ്യം കയറിയവർ അങ്ങനെ നല്ല ഒരു 10-500 സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു ചാനൽ ഞാനായിട്ട് കളഞ്ഞ്. ഒരു സമയത്ത് ഞാൻ ഡൗൺ ആയി പോയപ്പോൾ കളഞ്ഞ്. ആൾക്കാർ കളിയാക്കാനൊക്കെ തുടങ്ങിയപ്പോഴേ, കളിയാക്കാന്നല്ല, വളരെ മോശമായിട്ട് നമ്മുടെ ലൈഫിനത് ബാധിച്ചു തുടങ്ങി എന്നുള്ളതുകൊണ്ട് ഞാനത് വിട്ടതാണ്. പിന്നെ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി, അതിൽ ഇങ്ങനെ മുന്നോട്ട് വന്നു തുടങ്ങി. എനിക്ക് എങ്ങനെ വീഡിയോ ചെയ്യേണ്ടതെന്നോ അങ്ങനെ കുറച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ചുമ്മാ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മാത്രമാണ് മുമ്പൊക്കെ ചെയ്തിരുന്നത്, തമ്പനിയിലോ ക്യാപ്ഷൻസോ ഒന്നും ഇല്ലാണ്ട്. അപ്പം ഞാൻ ഈ ചാനലിൽ ഞാൻ ശ്രമിച്ചതെന്താ വെച്ചാൽ, റോ ആയിട്ട് എൻ്റെ ഒരു സൈഡിൽ അത് ഞാനായിട്ട് നിന്നുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് വാല്യൂബിൾ എന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച്, എൻ്റെ ലൈഫിനെക്കുറിച്ചൊക്കെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കി ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ലെവലായിരുന്നു. ആ സമയത്ത് ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കിത് മോണിറ്റൈസ്ഡ് ആകുമെന്നോ അല്ലെങ്കിൽ മോണിറ്റൈസ്ഡ് ആക്കണമെന്നോ, ഒരുപാട് കാശ് കിട്ടുന്ന ഒരു ചാനലായിട്ട്, ഒരു വമ്പം ബിസിനസ് പ്ലാറ്റ്ഫോമായിട്ട് മാറ്റിയെടുക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. അതായത് ഇതങ്ങനെ മോണിറ്റൈസ്ഡ് ആകുമെന്ന് എനിക്ക് തോന്നിയതും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നീടൊരു ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തോ സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. അപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ തുടങ്ങി കുറേശ്ശെ. അങ്ങനെ സംഭവിച്ചാണ്, അങ്ങനെ ഏറ്റവും അവസാനം നമ്മുടെ ഫസ്റ്റ് പൈസ വന്നിട്ടുള്ളൊരവസ്ഥയിൽ നിൽക്കണത്. അപ്പോൾ അതുവരെയുള്ളൊരു ജേണിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിക്കും. ഈ ആദ്യം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലാദ്യം ഞാൻ ചെയ്തു തുടങ്ങിയത് ഉത്സവങ്ങളെക്കുറിച്ച്, നാട്ടിലെ ഫുട്ബോൾ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടാണ്, വടംവലി ഒക്കെ. അപ്പോൾ ഞാൻ ഫുട്ബോളിൻ്റെയും വടംവലിയുടെയൊക്കെ പ്രാന്തമുള്ള ഒരു നാട്ടിൽ നിന്നാണ് വരണത്. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോൾ കളിക്കാൻ പോകലും, കളി കാണാൻ പോക്കും, അങ്ങനെ ആളുകളോട് സംസാരിക്കലും, അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഉത്സവങ്ങൾ തെണ്ടി തിരിഞ്ഞ് നടക്കുക, പകലും രാത്രിയും, പൂരം, വേല, സംഭവം, ഉത്സവങ്ങളില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, എനിക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ റിയാക്ഷൻ പോലുള്ള സംഗതികൾ ചെയ്തു തുടങ്ങി. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് പല ആളുകൾക്ക് അത് ഇഷ്ടാവില്ല, പല ആളുകളും വളരെ തെറി വിളിക്കും, ചില ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയുള്ള രീതിയിലൊക്കെ.
പിന്നെ ഒരു ലൈഫിൽ ഞാൻ പോയി കയറുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് എനിക്ക് ആരെയെങ്കിലുമൊക്കെ സംസാരിക്കണമായിരുന്നു. അപ്പോൾ ആരെടുത്ത് സംസാരിക്കാൻ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് രണ്ടും കൽപ്പിച്ചിട്ടേ ഈ സംസാരിക്കാൻ തോന്നില്ല, നമ്മൾ എക്സ്പ്രസ് ചെയ്യണം തോന്നില്ലേ. അപ്പോൾ ഞാൻ മുമ്പൊക്കെ എഴുതാനൊക്കെ ശ്രമിച്ചിരുന്നു, ഇപ്പോഴും എഴുതാൻ ശ്രമിക്കലുണ്ട്, എഴുതലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്നാൽ ഒരു ചാനലിൽ എന്തെങ്കിലും എനിക്ക് ഇങ്ങനൊരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട രീതിയിൽ, നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട രീതിയിൽ, ആർക്കെങ്കിലുമൊക്കെ അത് കണക്റ്റ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാം, ആർക്കെങ്കിലും അതിന് ഇൻസ്പയർഡ് ആവുകയും ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങി. അതായത് അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നുള്ള ലെവലിൽ നിന്ന സമയത്താണ് ഞാൻ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ ചാനൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ ബിഗ് ബോസിന് ടൈമായപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂസ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളത് സംഗതികൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് സംഭവം മാറ്റിയെടുത്തത്. ഒരുപാട് പരിമിതികളുള്ള, അപര്യാപ്തതകളുള്ള, ഇംപെർഫെക്ഷൻസ് ഉള്ള ഒരു ചാനലാണ് എൻ്റെ ചാനൽ. അപ്പോൾ അതിൽ ഒരുപാട് വളർച്ചയും കിതപ്പും ഉണ്ടായിരുന്നു. ഈ വളർച്ച എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ അങ്ങനെ വലിയ ചാനലൊന്നുമല്ല, ആകെ 6000 എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കുഞ്ഞ ചാനലാണ് നമ്മുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സമയത്ത് എനിക്ക് ഈ വാച്ച് അവർ എങ്ങനെ കൂട്ടേണ്ടത്, തമ്പനയിൽ എങ്ങനെ ഇടണം, അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ എങ്ങനെയൊക്കെ ആയിട്ട് എനിക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ ഒരു കടമ്പ കഴിഞ്ഞ് പിന്നെ 4000 വാച്ച് അവർ വേണമല്ലോ, ഫുള്ളി മോണിറ്റൈസ്ഡ് ആവണതിൻ്റെ കാര്യം പറയുന്നത്. ഈ 4000 വാച്ച് അവർ ആവണ മാത്രമല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വെറുതെ ഒക്കെ തറപറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് തോന്നുമ്പോൾ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലാണ്ട് ചെയ്ത് പിന്നെ എങ്ങനെയൊക്കെ അത് തട്ടിമുട്ടിയിട്ട് ആയിട്ട് 4000 വാച്ച് അവർ ആയി, മോണിറ്റൈസ്ഡായി. പിന്നെ അതിന് ശേഷം ഫസ്റ്റ് ഇൻകം വരാൻ $100 ആവണമല്ലോ. ഈ $100 ആവണം എന്താ വെച്ചാൽ ഇത് കയറുന്നു മാത്രമല്ല, ഒരു ദിവസം $1 പോലും ആവാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. $1 പോലും ഒരു ദിവസം ആവാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല എന്ന്, അതായത് ഇതൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നിയപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര തെറിവിളിയൊക്കെ തുടക്കത്തിൽ ഒന്നുമില്ല, ഒരു 5 കമൻറ്റൊക്കെ വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഈ 5 എണ്ണത്തിൽ 4 എണ്ണം തെറിവിളി, പക്ഷെ ഒന്ന് വളരെ പോസിറ്റീവായിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പലരും ഒന്ന് തെറിവിളിക്കും, പലരും പോസിറ്റീവായിട്ട് പറയും ഇങ്ങനെ. പിന്നെ ഇത് കഴിഞ്ഞെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളുടെ എണ്ണം കൂടി, നെഗറ്റീവായിട്ട് കമൻറ്റുകളുടെ എണ്ണം കുറഞ്ഞ്. അപ്പോഴും ഉണ്ട് കേട്ടോ, നെഗറ്റീവ് കമൻറ്റ് തോന്നുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ആൾക്കാർ നമ്മൾ തന്തയ്ക്ക് പിടിച്ചിട്ടൊക്കെ പോകാനുള്ള ടീംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ വ്യൂസ് കയറി വന്നു, അങ്ങനെ വ്യൂസ് കയറി വന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവസാനം തട്ടി മുട്ടി $100 ആയി. ആ $100 എൻ്റെ അക്കൗണ്ടിലേക്ക് കയറി. അതാണ് എൻ്റെ ഫസ്റ്റ് ഇൻകമായിട്ട് വന്നത്. അതെന്തോ ആ ടൈമിൽ അങ്ങനെ വന്ന് അത് ആ ഡോളർ കയറിയപ്പോൾ എനിക്കത് എങ്ങനെ എടുക്കുക, എങ്ങനെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുമെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കാണിച്ച വലിയൊരു അബദ്ധം എന്താ വെച്ചാൽ, നമ്മൾ ഇന്ത്യൻ സിറ്റീസ് എന്നുള്ള രീതിയിൽ ഒരു സാധനം നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കണമല്ലോ, അതേപോലെ തന്നെ നോൺ US സിറ്റീസ് എന്നൊരു സാധനം കൂടിയും കൊടുക്കണം. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഡോളർ കയറുന്ന ടൈമിൽ അത് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നീടാണ് ഞാനത് കൊടുത്തത്. അപ്പോൾ എനിക്ക് തോന്നിയത് അത് ഈ മാസത്തേക്കൊന്നും കയറില്ല, അടുത്ത മാസത്തേക്ക് കയറുള്ളൂ ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ദാരിദ്ര്യം വെച്ചിട്ട് നമുക്ക് എന്നും പ്രാരാബ്ദങ്ങൾ പ്രശ്നങ്ങളാണ്. കാരണം സ്വന്തമായിട്ടൊരു ലോകം ഉണ്ടാക്കിയെടുക്കണം, കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു എൻട്രപ്രണർ ആവണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളൊന്ന് കുറച്ച് ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ലൈഫൊന്ന് പച്ച പിടിക്കുള്ളൂ. അപ്പോൾ ഇതിന്ന് കിട്ടിയ പൈസ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് അക്കൗണ്ടിലേക്ക് വരുന്നുമില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് ആ നോൺ US സിറ്റീസ് എന്നുള്ളൊരു സാധനം ഫില്ല് ചെയ്തിട്ട് ആ സാധനം റെഡിയാക്കി കൊടുത്ത് പിറ്റേ ദിവസം എമൗണ്ട് പേയ്മെൻറ്റ് സെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നോട്ടിഫിക്കേഷൻ വന്നു. പേയ്മെൻറ്റ് സെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രാവിലെ എന്തോ ആ സാധനം അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് നമ്മുടെ ദാരിദ്ര്യം കൊണ്ട് $1 എടുക്കാനില്ലാണ്ട് എന്നല്ല, ആ സമയത്ത് വളരെ നെഗറ്റീവായിട്ടാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പോയോണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം എന്താ വെച്ചാൽ ഏകദേശം ഒന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കണത് ഏകദേശം ഒന്ന് പച്ച പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ദിവസം ഞാൻ ആകെ ഡൗണായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് പുറത്ത് കൂടെ ഒന്ന് കറങ്ങിത്തിരുന്നു. എനിക്ക് ഒരു സ്വൈര്യമില്ലായിരുന്നു, ഒരു സ്വൈര്യം പറഞ്ഞാൽ ഒരു തരത്തിലും സ്വൈര്യമില്ലായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഫോണ് നോക്കി കൊണ്ട് ഒരു മെയിൽ വന്ന് ഇറക്കണം, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ രീതിയിലുള്ള ഒരു സാധനം അക്കൗണ്ടിലേക്ക് കയറി വന്നിട്ട് എനിക്കത് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നു. എനിക്ക് ആ സമയത്ത് ഭയങ്കര അങ്ങനെ തോന്നിയത്, എനിക്കത് വാവ് അങ്ങനെയല്ല തോന്നിയത്. അതപ്പോൾ തന്നെ എൻ്റെ ദാരിദ്ര്യം കൊണ്ട് അത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് കടയിൽ കുറച്ച് പൈസ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു സാധനങ്ങൾ ഓക്കെ. ഇപ്പോൾ ഞാൻ പറയാം, അത് പേഴ്സണലി വേറെ കുറേ കാര്യമാണ്. ഞാൻ ഒന്നുകൂടിയൊക്കെ ഒന്ന് സെറ്റായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ലൈഫിൽ. ഇനി
അങ്ങനെ സ്റ്റേജിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും പൈസ കിട്ടി. അത് $100 പ്ലസ് കുറച്ച് എമൗണ്ട് കൂടി അതിൽ കയറിയിട്ടുണ്ട്. അത് വലിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചോളമൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും അത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ കുറേ കാലം ഒരു 4 കൊല്ലത്തോളം പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് യൂട്യൂബിൽ. അത് 4 കൊല്ലം അങ്ങനെ കട്ടയ്ക്ക് പണിയെടുത്തു എന്നല്ല പറയുന്നത്. ഞാൻ ഒന്നും അറിയാണ്ട് തുടങ്ങിയ ഒരു സാധനം അവസാനം ഈ ഒരു കോലത്തിലേക്ക് എത്തിയിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്നും അതിൽ ആഞ്ഞ് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് കണ്ടിട്ട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്. എല്ലാം കൂടി ഒറ്റയടിക്കേണ്ട പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളിത് മാത്രം ആശ്രയിച്ചിട്ട് ജീവിക്കരുത്. നമ്മളപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊന്നും ചെയ്യും. അപ്പോൾ ഞാൻ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യും, എൻ്റെ പുസ്തകങ്ങൾ ഞാൻ തന്നെ വെക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഞാൻ ഇപ്പോൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വേറെ കുറേ പരിപാടികളുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുണ്ടാവും. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ എനിക്കെന്താ ഈ യൂട്യൂബ് ചാനൽ വളരെ സീരിയസ് ആയിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു വരുന്നത് നിങ്ങളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. ഞാൻ അതൊന്ന് മനസ്സിലാക്കിയതാണ്. നമ്മളായിട്ട് ഇരിക്കുക. നമ്മളെ കേൾക്കാൻ ഒരുപാട് ആളുകൾ വരണമെന്നൊന്നുമില്ല. പൊതുവേ വീഡിയോസ് കാണുമ്പോൾ ആളുകൾ എന്താ ശ്രദ്ധിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പിയറൻസ് ഒക്കെ, അത് നമ്മളെ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള ലെവലിലായിരിക്കും പലരും എടുക്കേണ്ടതായിരിക്കും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ചില ആളുകൾ നമ്മൾ സംസാരിക്കുന്ന ജെനുവിനിറ്റിയെ നോക്കുക. ചില ആളുകൾ എന്താ വെച്ചാൽ അവർക്ക് ഫേക്ക് സംഗതി മതി. അത് നമ്മൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും കാണിച്ചാൽ മതി. ചിലവർ കോപ്രായം കാണിച്ചിട്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ സ്റ്റൈലാണത്. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കപ്പം എന്താ തോന്നുന്നത് അതാണ് ഞാൻ പൊതുവേ ചെയ്യൽ. എനിക്കങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം തോന്നും പൊതുവേ അങ്ങനെ തോന്നലില്ല. ഞാൻ അങ്ങനെയുള്ളൊരു മനുഷ്യനല്ല വീഡിയോ ചെയ്യുന്ന കാര്യത്തിൽ, ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ എന്തായാലും ഗൈസ്, യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് ഇതാണ്, കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരു ദിവസം ആകെ കയ്യിൽ നിന്ന് പോയിക്കണ സമയത്ത് എനിക്ക് ആകെ പ്രഷറടിച്ച് ടെൻഷൻ അടിച്ച് എനിക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അതായത് എനിക്ക് ഈ സ്റ്റേജിനെ അതിജീവിക്കാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചിരുന്ന സ്റ്റേജ് ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്ത് സംഭവിക്കുമെന്ന് അറിയാണ്ട് പോകുക, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയില്ല. അപ്പോൾ ആ സമയത്ത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തത് അഖിൽ മാരാറിനെ പോലുള്ള ആളുകളുടെ ജീവിതമായിരുന്നു. അഖിൽ മാരാറിനെ പോലെ. അതേപോലെ എനിക്ക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വായിക്കാൻ പറ്റുന്നുണ്ട്, ഒരു സൗകര്യം കിട്ടുന്നില്ല, ഒരു തരത്തിലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ. അത് ഒരു എൻ്റർപ്രണർ ആവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച എല്ലാ ആളുകളും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടുണ്ടാകും എന്നാണ് കേസ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും രീതിയിലൊരു പ്രഷർ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം 12 വീഡിയോസ് ഞാൻ ചെയ്തു. നിരത്തി വീഡിയോസായിരുന്നു, 12 വീഡിയോസ്. ആ 12 വീഡിയോസിലെ 2 വീഡിയോസ് 23,000-ന് മേലെ വ്യൂസ് വെച്ച് എനിക്ക് കയറി. അത് എൻ്റെ ലൈഫിൽ ഒരുപാട് എനിക്ക് ഒരു ദിശാബോധം എന്ന സംഭവമായിരുന്നു. അത് നമ്മൾ ചാവാറായിട്ട് കിടക്കുമ്പോൾ വീഡിയോ ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇതിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇത് വന്നു. അപ്പോൾ ഞങ്ങളിത് പറയുന്നത് എന്നെപ്പോലെ ഒരു പ്രാർത്ഥന ചെയ്യാൻ പറ്റുമെങ്കിൽ, പൊട്ടൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മളൊരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല, ചെയ്യുക. റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വരും. പിന്നെ ഇതിൽ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഗൈസ്. ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. എനിക്കൊരു കോള് വരുന്നുണ്ട്.